ഹലോ, ഹായ്. എല്ലാവരും ഉറങ്ങിയോ? അപ്പം ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് രാത്രി 2:06-നാണ്. എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവാത്ത ഒരു വേദനയുണ്ട്, ഒന്നല്ല ഒരുപാട്. അപ്പോൾ എനിക്ക് ബ്ലോഗ് ചെയ്യുന്ന തോന്നുമ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്യും. റബ്ബുണ്ട് അർദ്ധരാത്രി ഒരു വിടി മതി. തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊന്ന് വിളിച്ചാൽ മതി. ആത്മാർത്ഥമായിട്ട് കരഞ്ഞിട്ട് വിളിക്കണം. നീയെല്ലാം എന്നെ തളർത്തിയാലും അൽഹംദുലില്ലാ പഠിച്ചവനുണ്ട്, അല്ലാഹുണ്ട്. ഹായ് പ്രേക്ഷകരെ, ഒരിക്കലും എൻ്റെ പ്രേക്ഷകരെ അല്ല ഇത് പറയുന്നത് കേട്ടോ. ഞാൻ തോറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ചിലത് അല്ലാഹു എൻ്റെ നാവിൻ്റെ അടുത്ത് വെച്ചിട്ട് എടുത്ത് കളയും. കഴിഞ്ഞ ബ്ലോഗ് വലുതായിരുന്നു, കുറച്ച് ചെറുതായി. അൽഹംദുലില്ലാ, അല്ലാഹു അത് നിങ്ങളൊക്കെ കഴിഞ്ഞാൽ പഠിച്ചോൻ എത്തിക്കോട്ടെ, അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ഈ തിന്നുന്ന വീഡിയോസ് എല്ലാം ഇടുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ തിന്നുന്ന എന്തും അത് മരുന്നാണ്. അൽഹംദുലില്ലാ, പഠിച്ചോൻ ഇഷ്ടമുള്ള മരുന്നാണ്. പിന്നെ ഒരുത്തിക്കുള്ളൊരു മറുപടിയാണ്, തഹജ്ജുദ് ഉറങ്ങിയിട്ട് നിസ്കരിക്കുക, ഉറങ്ങാതെയല്ല നിസ്കരിക്കേണ്ടതെന്ന്. എൻ്റെ വിഷമം നിന്നോട് പറഞ്ഞാൽ ഇല്ലല്ലോ, ഞാനത് പഠിച്ചവനോട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ ഇല്ലല്ലോ. അൽഹംദുലില്ലാ, അതെൻ്റെ ഇഷ്ടമാണ്. ഞാൻ ബ്ലോഗ് എടുക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്ന പഠിച്ചവന് ഇഷ്ടമാണ്. പിന്നെ നിനക്കെന്താ? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ എപ്പോൾ എടുക്കണം, ഏത് നേരത്തെടുക്കണം, ഏത് നേരത്ത് ഫുഡ് കഴിക്കണം എന്ന് നീയല്ല തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ്. ഉറക്കം വന്നില്ലെങ്കിൽ നിസ്കരിക്കും 2 റക്അത്ത്. ഓക്കെ. പിന്നെ എല്ലാ ബിസ്ക്കറ്റിലും കോഴിയുടെ എന്തോ പൊടിയോ എന്തോ ചേർത്ത് കെമിക്കൽ ഇടുമെന്ന് പറഞ്ഞു. ഹൈഡ് ആൻഡ് സീക്കിൽ അങ്ങനെയില്ല കേട്ടോ. ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിൽ അങ്ങനെയില്ല. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ കാട്ടിയും വളരെ വലിയ കുടുംബത്തിൽ ഒരു പെണ്ണാണ് ഞാൻ. കോടികളുടെ ആസ്തികളുണ്ട്. അല്ലാഹു അവർക്ക് ഏറ്റി കൊടുക്കട്ടെ. ഞങ്ങളിപ്പം കുറച്ച് പൈസയ്ക്ക് പണയം താമസിക്കുക. സ്വന്തമായിട്ടില്ല വീട്. എൻ്റെ വീട് എൻ്റെ പള്ളിയിലായിരിക്കും. എനിക്ക് പഠിച്ചാൻ ഏകിയത്, എനിക്ക് ഈ ജോബിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് കിട്ടും വീട്. അൽഹംദുലില്ലാ, എന്നെ മനസ്സിലാക്കുന്ന ആളുകൾ മതി, എന്നെ മനസ്സിലാക്കാത്തവർ വേണ്ട. ഓക്കെ.
മനസ്സിലായല്ലോ? നീയൊക്കെ മറ്റുള്ളവരോട് പോയി പറഞ്ഞ് മറ്റുള്ളവരോട് പന്നിയിറച്ചി തിന്നാൻ പോകത്തില്ലേ? പരദൂഷണം പറയാൻ പോകത്തില്ലേ? ഞാൻ നിൻ്റെ അടുത്ത് വന്നോടി. അല്ലെ കേൾക്കാൻ നിന്നോ? ഇല്ല. അൽഹംദുലില്ലാ പഠിച്ചവനുണ്ട് എനിക്ക്. ഓക്കെ, എനിക്ക് നല്ല ചുട്ട മറുപടി തരാനറിയാം. ഇത് പിന്നെ ലക്ഷ്യങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം. ഞാൻ അങ്ങനെ ഇങ്ങനെ ആരുമായിട്ടും വഴക്കുണ്ടാക്കുന്ന ആളല്ല. ക്ഷമ ഈമാൻ്റെ പകുതിയാണ്. ഞാൻ 3-4 പ്രാവശ്യം വരെ ഞാൻ മിണ്ടാതിരിക്കും. പിന്നെ നല്ല മറുപടി പറയും. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ നമുക്ക് വ്ലോഗിലോട്ട് പോകാട്ടോ. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് കടപ്പുറത്ത് പോയി ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് കേട്ടോ. ഇതെന്ത് മീനാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഹെൽത്തിയാണ്, നല്ല മരുന്നാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഇതിന് തിരിയാനെന്ന് പറയും. നല്ല കടൽ മീനാണ്. മാഷാ അല്ലാഹ്. പിന്നെ സാലഡ്, ചക്ക ഹെൽത്തിയാണ്. ക്യാൻസർ പോലും ഉണ്ടാകത്തില്ല നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും. ക്യാൻസറിൻ്റെ വേരുകൾ നശിപ്പിക്കും. ഇന്ന് മുട്ട ഫ്രൈ, ചോറ്, മുളകിൽ വെച്ച കറി, പിന്നെ മോര് കാച്ചിയത് കണ്ട കാണാവാ. നല്ല പുളിച്ചമ്മന്തി, ഹെൽത്തിയാണ്. ഇത് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ടേ പയറ് മുളപ്പിക്കാനിട്ടിരിക്കുകയാണ്. അതാ ഞാൻ ഇറച്ചിയൊന്നും തിന്നത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ പ്രകൃതിയിലെ നാച്ചുറൽ ഫുഡുകളാണിത്. ഒരു അസുഖം നമുക്ക് വരത്തില്ല. ചിലർ വിചാരിക്കും ഇതെന്താ കഴിക്കുന്ന ഫുഡ് മാത്രം വീഡിയോ ഇടുന്ന. അപ്പോൾ എനിക്ക് ഇവളമാരെയൊക്കെ കാട്ടി നല്ല പവറുണ്ട് അൽഹംദുലില്ലാ. ഞാനങ്ങനെ വണ്ണവും വെക്കത്തില്ല, വണ്ണം അങ്ങനെ കുറയത്തുമില്ല. ഞാൻ വിചാരിക്കണം എൻ്റെ ശരീരം എങ്ങനെയാണെന്ന്. പിന്നെ ഞാൻ അള്ളാഹയെക്കാട്ടി വലിയ ആളൊന്നുമല്ല ഡി. അള്ളാഹയുടെ നിന്നെക്കാൾ ഇളയ ഒരു അടിമയാണ് ഞാൻ. അള്ളാഹിൻ്റെ അടിമയാണ് ഞാനൊന്നുമല്ല. ഞാൻ വെറും മദ്രസയിൽ 3-ാം ക്ലാസ്സും കുസ്തിയാണ്. 30 മുസാഫ് ഫുൾ ഓതിയിട്ടില്ല. പക്ഷെ ചില ഇഫക്റ്റീവുള്ള കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ ഞാൻ കൊണ്ടുവരും എൻ്റെ വ്ലോഗായിട്ട്. ഉച്ചക്ക് ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് കഴിക്കണം. 2 മണിയാവാൻ പോകണം. ഒരു തുള്ളി ചോറ് എടുത്താട്ടോ. ഇനി നിസ്കരിച്ചിട്ട് വേണം കിടക്കാൻ. ചക്കയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കത്തില്ല. ക്യാൻസറൊക്കെ ഉള്ള ശരീരമാണെങ്കിൽ അള്ളാഹു അത് ഇല്ലാതാക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ അറകളെയും ചക്ക ഡെയിലി കഴിച്ചാൽ സംരക്ഷിക്കും. ചക്കത്തൊലി മെഡിസിനിൽ വരെ പൊടിച്ചു പോകുന്നുണ്ട്. അതുപോലെ ചക്കയുടെ വെള്ളത്തോട് കളഞ്ഞിട്ട് അതിൻ്റെ കാപ്പിപ്പൊടി, അത് ഭയങ്കര ഗുണമാണ്. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചാൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ.
അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ടാറ്റ. അസ്സലാമു അലൈക്കും.